السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين أما بعد. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നിർബന്ധമാക്കിയ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. 5 വഖ്ത് നമസ്കരിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിക്കും നിർബന്ധമാണല്ലോ. ആ നിലക്ക് നോക്കുമ്പം ആ 5 വഖ്ത് നമസ്കാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റെല്ലാ ന്യൂനതകളെയും പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതിനു മുമ്പും ശേഷവുമുള്ള റവാത്തിബ്, സുന്നത്ത് ഉൾപ്പെടെയുള്ള മറ്റു ഐച്ഛികമായ നമസ്കാരങ്ങളുമെല്ലാം. ഐച്ഛികമായ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളിൽ, ഫർദായും നാം ഒരു വ്യക്തി ചെയ്യേണ്ട കർമ്മങ്ങളിലുള്ള അപാകതകളെ പരിഹരിക്കുന്നതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരടിമയുടെ പ്രവർത്തനങ്ങൾ വിചാരണക്കെടുക്കുമ്പം അവന്റെ ഫർദായ നിർബന്ധമായും അവന് ഫർദ് ഐനായും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള ന്യൂനതകളെ പരിഹരിക്കാൻ എന്റെ ഈ അടിമക്ക് വല്ല സുന്നത്തുകളും ഐച്ഛികമായ വല്ല കർമ്മങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നിട്ടതിലെ ആ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുമെന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ നോക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, വചനത്തിൽ കാണാം, സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം. അവിടുന്ന് ഒരു യുവാവിനെ കണ്ടു. വഹു യുസല്ലി ഖദ് അത്വാല സ്വലാതഹു, നമസ്കാരം ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നതായ ഒരാളെ കണ്ടു. എത്രത്തോളം അതിൽ സുജൂദും റുക്കൂഴുമൊക്കെ അദ്ദേഹം ഒരുപാട് വർദ്ധിപ്പിച്ചു. അപ്പോ ആ മനുഷ്യനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇയാളെ ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് ഒരാൾ പറഞ്ഞു, എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലൗ കുൻതു അഅരിഫുഹു ലഅമർതുഹു അൻ യുതീല അർറുകൂഅ വസ്സുജൂദ, ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ റുക്കൂഉം സുജൂദൊക്കെ ഒന്നുകൂടി ദീർഘിപ്പിക്കാൻ പറയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം, ആ മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ അബ്ദ ഇദാ ഖാമ യുസല്ലി ഉതിയ ബിദുനൂബിഹി ഫവദഅത് അല റഅസിഹി ഔ ആതിഖിഹി ഫകുല്ലമാ റകഅ ഔ സജദ തസാഖതത് അൻഹു എന്നാണ്. അതായത് ഒരടിമ നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ പാപങ്ങളെയും കൊണ്ടുവരപ്പെടുമെന്നാണ്. എന്നിട്ട് അവന്റെ തലയിലും അവന്റെ ഇരു ചുമലുകളിലും പിരടിയിലുമായി അവന്റെ പാപങ്ങളെ വെക്കുമെന്നാണ്. ഫകുല്ലമാ റകഅ ഔ സജദ തസാഖതത് അൻഹു, അവൻ ആ നമസ്കാരത്തിൽ റുകൂഅ് ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴുമെല്ലാം അതിൽ നിന്ന് ഓരോ പാപങ്ങളും എന്ത് ചെയ്യും, വീണു പോകുമെന്നാണ്, വീഴ്ത്തിക്കളയുമെന്നാണ്. ആ രൂപത്തിൽ സഹോദരൻ നാം ചിന്തിക്കേണ്ടത്, നമ്മൾ ഒറ്റയ്ക്ക് ജമാഅത്തായി നമസ്കരിക്കുമ്പം ആ ഇമാമിനെ പിന്തുടരുക എന്നുള്ളത് മഅ്മൂമിന്റെ ബാധ്യതയാണ്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അതിന് പുറമെയുള്ള ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളിൽ നമ്മുടെയൊക്കെ സുജൂദും റുകൂഉം അതിന്റെ അവസ്ഥ, അത് എത്രമാത്രം സ്പീഡ്, അത് അമിതമാണോ അതോ സാവകാശമാണോ, തുമഇനത്ത് എന്നുള്ള ആ ഒരു കാര്യം, അടക്കവും ഒതുക്കവും നാം ശ്രദ്ധിക്കാറുണ്ടോ? അതിൽ സാവകാശം ആത്മാർത്ഥമായി സുജൂദിലും റുകൂഇലുമൊക്കെ പ്രാർത്ഥനകൾ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാപിച്ച സുജൂദിലെയും റുകൂഇലെയും പ്രാർത്ഥനകൾ മാറി മാറി ചൊല്ലാനൊക്കെ നാം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഇത് ശരിക്കും നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. പലപ്പോഴും ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ കൂടെയായതുകൊണ്ട് മാത്രം ആ ഒരു ടൈമിംഗ് കീപ്പ് ചെയ്യുകയും അതിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞ് പിന്നീട് പ്രാർത്ഥന കഴിഞ്ഞ് സുന്നത്തായ നമസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്കൊരു സ്പീഡ് കൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇവിടെയാണ് ഈ ഹദീസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരടിമ നമസ്കരിക്കാൻ നിൽക്കുമ്പം അവന്റെ മുഴുവൻ പാപങ്ങളെയും കൊണ്ടുവരപ്പെടും. സുജൂദും റുകൂഉം ചെയ്യുമ്പോഴെല്ലാം അതിൽ നിന്നുള്ള ഓരോ പാപം എന്ത് ചെയ്യും, മായ്ച്ചു കളയും, തുടച്ചു നീക്കപ്പെടുമെന്നാണ്. അതിന്റെയൊക്കെ ആ സുജൂദിന്റെയും റുകൂഇന്റെയും അതിൽ ചെല്ലുന്ന പ്രാർത്ഥനയുടെയും ഇഖ്ലാസും അതിലെ ആത്മാർത്ഥതയും അനുസരിച്ച് അവന്റെ പാപങ്ങൾ ഇല്ലാതാക്കപ്പെടുമെന്നാണ്. ആ രൂപത്തിലുള്ള സുജൂദും റുകൂഉം നിർവഹിക്കാൻ നമുക്ക് വ്യക്തിപരമായി ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ സാധിക്കാറുണ്ടോ എന്നുള്ളത് നാം നമ്മെക്കുറിച്ച് ഒരു ആത്മവിചിന്തനം, ഒരു ആത്മപരിശോധന നടത്തുകയും അത് പൂർണ്ണത്തിൽ നിർവഹിക്കുന്ന ആളുകളായി തീരാനുള്ള ഒരു മനസ്ഥിതിയും വിശാലതയും ശ്രദ്ധയും നമുക്കുണ്ടാകണമെന്നും നിർദ്ദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഈ രൂപത്തിൽ അടക്കവും ഒതുക്കവുമുള്ള, കോഴി കൊത്തുന്ന പോലെയുള്ള ഒരു മലക്കം മറിച്ചിൽ നടത്തുന്ന സുജൂദും റുകൂഉം അല്ലാത്ത രീതിയിൽ വളരെ ആത്മാർത്ഥമായി ഖുശൂഅോടുകൂടി ഇഖ്ലാസോടുകൂടി അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദും റുകൂഉം ചെല്ലാൻ പറഞ്ഞ പ്രാർത്ഥനകളെ മാറി മാറി ചൊല്ലുന്ന ഒരവസ്ഥയിൽ ആ രൂപത്തിൽ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ മാത്രം നിമിത്തമാകുന്ന സുജൂദുകളും റുകൂഉകളുമാക്കി മാറ്റാൻ അല്ലാഹു നമുക്കെല്ലാം പൂർണ്ണമായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി
എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.